അതിനിടയിലും UDFിലെ ചർച്ച അങ്ങനെ തുടരുകയാണ്. അടുത്തൊന്നും തീരുന്ന മട്ടില്ല. തെരഞ്ഞെടുപ്പ് തീരും മുമ്പേ ഈ ചർച്ചയൊന്ന് തീർന്നു കിട്ടുമോ ആവോ? ഇടതുമുന്നണിയെ പോലെയല്ല, അവരിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അവരുടെ കക്ഷികളുമായിട്ടൊന്നും ചർച്ചയും ഉണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ ഓരോ CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM പ്രഖ്യാപിക്കാൻ പോകുന്നു. ഞങ്ങൾ അങ്ങനെയല്ല. കോൺഗ്രസ് ഇന്നലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോഴേക്കും കേരള കോൺഗ്രസിൻ്റെ കെട്ടഴിഞ്ഞല്ലോ. ജോസഫ് എന്തായാലും മത്സരിക്കും എന്നല്ലേ പറയുന്നത്? അത്തരം കാര്യങ്ങൾ അവരുടെ കേരള കോൺഗ്രസിനാണ് സീറ്റ്. കേരള കോൺഗ്രസ്സാണ് മുന്നണിയിൽ. അവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഓരോ പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ അവരവരല്ലേ തീരുമാനിക്കുന്നത്. അതൊന്നും ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തീരുമാനം ഇവിടെ പ്രഖ്യാപിച്ച പിന്നെ ചർച്ചയുണ്ടോ? തീരുമാനമുണ്ടായാലും ഇല്ലെങ്കിലും ചർച്ച നടന്നാൽ മതി. പോട്ടെ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ എന്നത്തേക്കാകും? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ യോഗം കൂടി KPCC പ്രസിഡന്റ് എന്നെയും മുകുൾ വാസ്നിക്കിനെയും ഇന്നലെ ചുമതലപ്പെടുത്തി. ഞങ്ങളെല്ലാവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFിൻ്റെ കക്ഷികളുടെ ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ലീഗിൻ്റെ 3ാം സീറ്റ് ഒരു തർക്കപ്രശ്നമാകുമോ? തർക്കം ഒരു വശത്ത് മാത്രമൊന്നുമല്ലല്ലോ. നിങ്ങളെ പത്രങ്ങളൊക്കെ വായിക്കുന്നില്ലേ? അപ്പോൾ ഇടതുപക്ഷത്തും ധാരാളം തർക്കങ്ങളും ഉണ്ടല്ലോ. ഒരു പാർട്ടിയല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇടതുപക്ഷത്ത് ധാരാളം തർക്കം എന്നൊന്നും പറഞ്ഞുകൂടാ. നിങ്ങളെപ്പോലെ പച്ചക്കൊടിയുള്ളൊരു പാർട്ടി അവിടെയും സീറ്റ് ചോദിച്ച് നിൽപ്പുണ്ട്. ജനതാദൾ എസ് കൊടുക്കില്ലെന്ന് CPM പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നത് തന്നെയാണ്. 2014 രാഷ്ട്രീയ സാഹചര്യം തന്നെ അതിനേക്കാളും കൂടുതൽ ഗൗരവമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തൊട്ടാകെ ഉള്ളത്. അന്നത്തേക്കാളും കൂടുതൽ മോദിയുടെ ഭരണത്തിൻ്റെ പ്രശ്നങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ കക്ഷികൾക്കും മതേതര കക്ഷികൾക്കുമുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഗുരുതരമാണ്. അപ്പോൾ പിന്നെ അവർ സ്വാഭാവികമായും ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു പോരാളിയെങ്കിലും ഒരു പോരാളിയോടും കൂട്ടാതിരിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, യുദ്ധത്തിന് പറ്റിയ പോരാളിയാണ് ജോസ് തെറ്റയിൽ. അദ്ദേഹത്തെ ജയിക്കുന്ന മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ CPM ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം കോട്ടയം സീറ്റ് എൻ്റെ ഒരു പ്രത്യേകത പല കാരണങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെടാനായിട്ട്. ഒന്ന്, CPMൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അത് വന്നത്. ചുമരെഴുത്തും പോസ്റ്റർ വരെ ആയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ വന്നപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു ചില സാഹചര്യങ്ങളൊക്കെ തന്നെ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായതുള്ളത്. ആ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യമാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ എന്നാലും കുറേ കൂടി സാധ്യത ഉള്ള ഒരു സീറ്റ് എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. കണ്ണൂരാണ് നല്ലത്. CPMക്കാരോട് പൊളിമിക്സ് ഒന്ന് പറഞ്ഞു നോക്കാം. ആട്ടെ, ലീഗിൻ്റെ ദേശീയ കാര്യങ്ങൾ എന്തായി? തമിഴ്നാട്ടിൽ ധാരണയായി. തമിഴ്നാട്ടിൽ DMK ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ സീറ്റ് സംബന്ധിച്ച് ധാരണയായി. തമിഴ്നാട്ടിലെ ചുമരുകളിൽ പോയി തിരഞ്ഞാൽ കോണി ചിഹ്നം കാണാൻ കിട്ടില്ല എന്ന് മാത്രം. DMK ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. അതാണ് ധാരണ. ആട്ടെ, ബംഗാളിലോ? ബംഗാളിൽ നല്ല ചർച്ച നടക്കുന്നുണ്ട്. ആരോഗ്യകരമായ ചർച്ച നടക്കുന്നുണ്ട് ബംഗാളിൽ. ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ അത് ബംഗാളിലെ CPMുമായിട്ടായിരിക്കും. അവർക്കാണിപ്പോഴവിടെ കോണിയോ കൈപ്പത്തിയോ എന്ത് കിട്ടിയാലും ആവശ്യമുള്ളത്. ബംഗാളും കേരളവും വ്യത്യസ്തമാണ്. ചരിത്രപരമായി തന്നെ നമ്മുടെ പോരാട്ടം CPMുമായിട്ടാണ്. ഇവിടെ ഒരു ധാരണയും CPMുമായിട്ടില്ല. നാളെയാണേലും ഉണ്ടാവില്ല. പക്ഷേ ബംഗാളിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ പല സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടാകുന്നതായിരിക്കും. അതിനപ്പുറത്തേക്ക് അതിനെ കൂടുതൽ കാണേണ്ട കാര്യമില്ല. കേരളത്തിലും ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആവശ്യമായി വന്നേക്കാം. അപ്പോഴതങ്ങ് ചെയ്തേക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് പിന്മാറുന്നു. നന്ദി,
നമസ്കാരം.